നമ്മൾക്ക് അറിയുന്ന കുറേ മുഖങ്ങളുണ്ട്. ഈ അറിയുന്ന മുഖങ്ങളൊക്കെ തന്നെ അവരുടെ അനുഭവങ്ങളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, മറ്റു സാംസ്കാരിക പ്രോഗ്രാമുകളിലൂടെയൊക്കെ കേട്ടതാണ്. ഈ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വീണ്ടും അവരുടെ ജീവിതങ്ങളിൽ അവർക്ക് പറയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഞങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത് ഡോക്ടർ വിനിത പിള്ളയാണ്. ഡോക്ടറോടൊപ്പമുള്ള അനുഭവങ്ങൾ ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാവും. നമുക്ക് ഭാവി എന്താകുമെന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അനുഭവങ്ങളൊക്കെ ഉള്ള പല ആളുകളോട് നമ്മൾ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഡോക്ടറെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഡയലോഗിൻ്റെ ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് ഡയലോഗിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ വന്നപ്പം ഈ വേദിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ വേദിയുടെ പേര് ഡയലോഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി എൻ്റെ ഒരു പ്രൊഫഷനിലും. സംഭാഷണം എപ്പോഴാണ് നമ്മുടെ സംഭാഷണം മനോഹരമാകുന്നത്? കൃത്യമായി മരുന്ന് കഴിക്കാത്തവർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ജീവിതശൈലി രോഗങ്ങൾ, അലസമായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി ഒരു ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ക്ഷണിച്ച് കൊണ്ടുവരുന്നവർ, അവരോടൊക്കെ പൊട്ടിത്തെറിച്ച് സംസാരിച്ച സന്ദർഭങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അന്നേരമൊക്കെ ഞാൻ വിചാരിക്കും, ഇതോടെ ഇവർ നിർത്തി, എൻ്റെ അടുത്ത് ഇനി അടുത്ത പ്രാവശ്യം വരില്ല എന്ന് തന്നെ തീരുമാനിക്കും. പക്ഷെ അവർ പിന്നെയും എൻ്റെ അടുത്ത് വരും. പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എന്താ കാരണം എന്ന്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ചിലപ്പം അവരോടുള്ള എൻ്റെ സംഭാഷണം എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതാണെന്ന് അവർക്ക് എവിടെയൊക്കെയോ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെൻ്റെ അടുത്ത് വരുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ ഈ പ്രൊഫഷനിൽ സംഭാഷണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ബൈ ടൈമാണ് ഞാൻ മനസ്സിലാക്കിയത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അതൊരു ടോട്ടൽ ഒരു പാക്കേജാണ്. നമ്മൾ ഈ മെഡിസിൻ എഴുതി ഒരു പേഷ്യൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത് ഒരു സോ കോൾഡ് പ്രിസ്ക്രിപ്ഷൻ. ഇറ്റ് മേക്സ് ഓൺലി 25% ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അതിന് വലിയൊരു പ്രസക്തി എനിക്ക് തോന്നാറില്ല. കാരണം ഒരു നല്ല ഗവൺമെൻറ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിന് എല്ലാവർക്കും ഒരു ഈക്വൽ നോളജ്, ഏകദേശം ഒരു ചെറിയ ചേഞ്ചസേ അവിടെ ഇവിടെ വരുള്ളൂ. അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പാർട്ടിൽ ഒരു 25% അതിനൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നുള്ള അതിൽ ട്രീറ്റ്മെൻറ്റ് ഒരു 25% ആണ് നമ്മളുടെ ഓണസ്റ്റി ടുവേർഡ്സ് ദ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ സിൻസിയാരിറ്റി. അത് തീർച്ചയായിട്ടും നമ്മളുടെ സിൻസിയാരിറ്റി നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് മനസ്സിലാക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ, 100%. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് പിന്നെയും ചില ആൾക്കാർ വരുമ്പോഴാണ് അതെനിക്കത് കൂടുതൽ മനസ്സിലായത്. അതുപോലെ തന്നെ പിന്നുള്ളൊരു 50% ആണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പേഷ്യൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പം ജസ്റ്റ് കയറി വരുമ്പോൾ നമ്മളുടെ ഒരു പ്ലസൻറ്റ് ഫേസ്, ഡെഫിനറ്റ്ലി ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. നമ്മൾ എത്ര നല്ല മരുന്ന് കൊടുത്താലും നമ്മൾ മുഖം ഒരു പ്ലസൻറ്റ് ഫേസ് ഇല്ലാതെ നമ്മളൊരു മരുന്ന്, എത്ര നല്ല മരുന്ന് കൊടുത്താലും ഞാൻ നോക്കിയിട്ടുണ്ട്, അത് പേഷ്യൻ്റ് ഒരിക്കലും അത് എഫക്റ്റീവായിട്ട് തോന്നാറില്ല. മറിച്ച് നമ്മളൊന്ന് സാന്ത്വനം വാക്കുകൾ പറഞ്ഞ് ഒരു പെനഡോൾ പോലും എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടറെ അത് നല്ല മരുന്നായിരുന്നു എന്ന് പറയും. പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, നമ്മുടെ പ്രോബ്ലംസ് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പേപ്പർ എടുത്ത് നമ്മുടെ കയ്യിലോട്ടേക്ക് തന്നു. ചിലപ്പോൾ എന്നെ പറ്റി വേറെ ഒരാളോടും ചെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. കാരണം ചില സമയത്ത് നല്ല വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ, നല്ല തിരക്കാകുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് കൃത്യമായിട്ട് പറയും, ഡോക്ടർ നമ്മൾ പറയുന്നത് അവർ കേൾക്കാൻ പോലും റെഡിയല്ല, ആ ഒരു സ്പേസ് പോലും കിട്ടിയിട്ടില്ല. അവർക്ക് സംസാരിക്കാൻ കൊടുക്കുന്ന ഒരു സ്പേസ്, അത് തന്നെയാണ് ഒരു 50% ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഈ ഡോക്ടേഴ്സൊക്കെ ഇത്രയും ഫേമസ് ആകുന്നതിൽ ജനകീയ ഡോക്ടർ, അതിൻ്റെ പിന്നിൽ നമ്മൾ നോക്കിയാൽ അവരുടെ ഒരു പേഷ്യൻസിനോടുള്ള ഒരു ബിഹേവിയർ അല്ല, അവരുടെ ഒരു സംഭാഷണമാണ് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് വെക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മൾ പ്രണയകാലത്തൊക്കെ പറയായിരുന്നു, നിശബ്ദമായി കണ്ണുകളിലൂടെ സംഭാഷണങ്ങൾ കൈമാറുന്നു എന്ന്. പ്രണയത്തിൽ മാത്രമല്ല, ഒരു ഡോക്ടർ രോഗി ബന്ധങ്ങളിലും പല പ്രാവശ്യം നിശബ്ദമായി സംഭാഷണങ്ങൾ കൈമാറുന്ന അനവധി എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ പറയത്തില്ലേ, കൊറോണ അതിൻ്റെ താണ്ഡവാടി അതിൻ്റെ ഒരു പീക്ക് ടൈമിലായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും കൂടിയായിരുന്നു. രണ്ട് ലങ്സിലും നന്നായിട്ട് ന്യൂമോണിയ ബാധിച്ച് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വീട്ടുകാരോട്, ഹോസ്പിറ്റലിലെ സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. അന്ന് എനിക്ക് പോകാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാനവിടെ പോയില്ലെങ്കിലും ഞാൻ ഹെൽത്ത് കണ്ടീഷൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു സിസ്റ്ററെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ രാത്രി സിസ്റ്ററോട് വിളിച്ചിട്ട് പറയും, അദ്ദേഹത്തോടൊന്നും പറയണേ, ഡോക്ടറെ അന്വേഷിച്ചു, കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഡോക്ടറോടൊന്ന് വരാൻ പറയണേ, എനിക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസം കാണണമെന്നൊരാഗ്രഹം പറഞ്ഞിട്ട് പോലും എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം തോന്നി.
വേറെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ പോയി നോക്കണം എന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. റോഡിൽ പോലും ആൾക്കാർക്ക് ഇറങ്ങി നടക്കാൻ പേടിയുള്ള ഒരു സന്ദർഭമായിരുന്നു. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു. അവിടെ പരിചയമുള്ള ഒരാളോട് കോൾ ചെയ്ത്, ഈജിപ്ഷ്യൻ ആയിരുന്നു. കോൾ ചെയ്തപ്പോൾ അവർ നിങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഒരു ഡോക്ടർ അങ്ങനെ കഴിയില്ല എന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. നമ്മുടെ അബീറിൻ്റെ ആലുങ്കൽ സാറിൻ്റെ അനിയൻ, അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇതിൽ അവർക്കൊരു കോൺഫിഡൻസ് ആ പേഷ്യൻറ്റ് കിട്ടുന്നെങ്കിൽ അതായിക്കോട്ടെ, ഞാൻ എന്തായാലും സംസാരിക്കാം. ഒരു ഡോക്ടർ ആയിക്കോട്ടായിരിക്കും. അവർ സ്ട്രോങ് ആയിട്ടൊന്നും ഒബ്ജക്റ്റ് ചെയ്തില്ല. അന്ന് രാത്രി തന്നെ ഒരു 10-10:30 അവിടെ ചെന്നു. എന്നോട് പറഞ്ഞു, ഡോക്ടർ പോകാം, പക്ഷേ ജസ്റ്റ് 2 മിനിറ്റ് മാത്രം അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 meters ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കോവിഡിൻ്റെ നമ്മൾ കിറ്റ് ധരിച്ചുകൊണ്ട് തന്നെ അകത്ത് പോകണം. പേഷ്യൻ്റെ സേഫ്റ്റിയാണ് ആസ് വെൽ ആസ് എൻ്റെ സേഫ്റ്റിയോടായിരുന്നു അവരത് പറഞ്ഞത്. പുറത്ത് കുറഞ്ഞ ഒരു 20 മിനിറ്റ് അവരെടുത്തിട്ട് എന്നെ ഫുൾ PPT കിറ്റ് ഇടിപ്പിച്ചു. ഫേസ് മാസ്ക്, N95 മാസ്ക്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഫുട്വെയർസ് അവർ ഇടിപ്പിച്ചു. കാരണം അത്രയും ഭീതിയുള്ള ഒരു ടൈമായിരുന്നു. അധികം ടൈം എടുക്കരുത് ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അകത്തൊക്കെ ചെന്നപ്പോൾ ബെഡിൻ്റെ ഫുഡ് എൻഡിൽ ഞാൻ നിന്നു. സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ തുടിപ്പ് നിലനിൽക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ടായിരുന്നു. വെന്റിലേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. രാത്രിയിൽ ചിലപ്പോൾ വെന്റിലേറ്റർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ സിസ്റ്റർ തന്നിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ സജ്ജീകരണവും പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നല്ല ബോധമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം വളരെ ക്യൂരിയോസിറ്റിയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോലെ സിസ്റ്റർ പറഞ്ഞു, പല പ്രാവശ്യം ചോദിച്ചു ഡോക്ടറെ. കാരണം അന്ന് വെന്റിലേറ്റർ കണക്റ്റഡ് അല്ലായിരുന്നു, മാസ്ക് ഇല്ലായിരുന്നു. ഈ CPAP എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രീതിങ് അപ്പാരറ്റസ് ആണ് കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫേസ് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ അവിടെ ചെന്ന് നിന്ന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായില്ല. 2 മിനിറ്റ് ഇങ്ങനെ തന്നെ അവർ പറഞ്ഞ പോലെ അവിടെ നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൗനത്തിലൂടെ, കണ്ണുകളിലൂടെ ചില സംഭാഷണങ്ങൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും എന്തൊക്കെയോ വാക്കുകൾ എന്നിലേക്ക് ഒഴുകിയെത്തിയ പോലെ എനിക്ക് തോന്നി. ജീവിക്കാൻ കൊതിയുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് വന്ന ചില വാക്കുകൾ അതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ചില വാക്കുകൾ അദ്ദേഹത്തിലേക്ക് ഒഴുകിയെത്തി കാണും, എനിക്കറിയില്ല. ഞാനൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ഞാൻ N95 മാസ്ക് വെച്ചുകൊണ്ട് എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷനൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളി അവിടെ എന്നെ കണ്ടിട്ട് എന്തോ ഒരു റിലാക്സേഷൻ പോലെ. പക്ഷെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം അദ്ദേഹം എൻ്റെ പേഷ്യൻ്റേ അല്ല. ഞാൻ ആകെ കണ്ടത് 1-2 പരിപാടികളിൽ 2-3 പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. അല്ലാതെ ഒരു പേഷ്യൻ്റായിട്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് സത്യം പറഞ്ഞ ഒരു പിടി എനിക്കും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം കണ്ണുകൊണ്ട് ഒന്ന് കാണിച്ചു, അടുത്തേക്ക് വരാൻ ഒന്ന് തലയാട്ടി. സിസ്റ്റർക്ക് മനസ്സിലായി. സിസ്റ്ററോട് ഞാൻ വാക്കുകളിൽ ചോദിക്കാതെ തന്നെ സിസ്റ്റർക്ക് മനസ്സിലായി. ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചു അടുത്തോട്ട് പോയിക്കോട്ടെ. ആ ഒരു സിറ്റുവേഷൻ്റെ ഒരു സിവിയറിറ്റി മനസ്സിലാക്കിയിട്ടായിരിക്കും സിസ്റ്റർ പറഞ്ഞു ഓക്കെ എന്ന് ഇങ്ങനെ തലയാട്ടി കാണിച്ചു. ഞാൻ ബെഡ് സൈഡിൻ്റെ പേഷ്യൻ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അവിടോട്ട് ചെന്നു. അവിടെ നിന്നിട്ട് കുറച്ചു നേരം നിസ്സഹായ അവസ്ഥയിലൊന്ന് നോക്കി. പുള്ളിയും വളരെ സന്തോഷത്തോടെ എന്നോട് നോക്കി. അത് കഴിഞ്ഞിട്ട് എന്നോട് ആ മാസ്കിൻ്റെ ഇതിൽ നിന്ന് വലിയ ക്ലിയർ ആയിട്ട് സൗണ്ട് വരുന്നില്ല, എന്നാലും ഒറ്റയൊരു ചോദ്യം എന്നോട് ചോദിച്ചുള്ളൂ. ഒറ്റയൊരു സെൻറ്റൻസ്, ഡോക്ടറെ ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. ഒറ്റയൊരു ചോദ്യം മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. ജീവിക്കാൻ കൊതിയുള്ള മനുഷ്യന്റെ മനസ്സിൽ വന്ന വാക്കുകളായിരുന്നു അത്. എന്ത് പറയണമെന്ന് എനിക്കും മനസ്സിലായില്ല. ഒന്ന് കൈ പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തോളത്തൊന്ന് തൊട്ട് സാരമില്ല എന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഞാൻ എനിക്കറിയാൻ ഈ ഒരു ലൈഫ് മുന്നോട്ട് പോയില്ല 100% അറിയാമായിരുന്നു. കാരണം അപ്പോഴത്തേക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു, കണ്ടീഷൻ വളരെ മോശമായി.
ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നാലും ഞാൻ വളരെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞു, പേരെടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടെൻഷനൊന്നും വേണ്ട, കുഴപ്പമില്ല, എല്ലാം ശരിയാവും, എക്സ്റേ ഒക്കെ നല്ലതാണ്, CT എടുത്ത എല്ലാം ഒരു കുഴപ്പമില്ല, ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ആ മുഖത്ത് കണ്ട ഒരു പുഞ്ചിരി, ആകെ എനിക്കിന്ന് ഒരു സംതൃപ്തി ഉള്ളത്, അറ്റ്ലീസ്റ്റ് കുറച്ച് സെക്കൻഡ്സിനെങ്കിലും ആ മനുഷ്യൻ്റെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തിയാണ് എനിക്കുള്ളത്. വളരെ വിഷമമായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു അന്ന്. കള്ളമായിരുന്നു പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേറൊരു വഴിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു ICUയുടെ അവിടെ ഗ്ലാസിൻ്റെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ കൂടെ ഞാൻ കണ്ടിട്ടും ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ വളരെ സന്തോഷത്തോടെ പുള്ളിയെ അവിടുന്ന് വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് ദിവസം വളരെ ഒരു ഡിസ്കംഫർട്ടായിരുന്നു എനിക്ക്. കാരണം വല്ലാത്തൊരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു. അപ്പം മരണം, നമ്മൾ ഈ പ്രൊഫഷണലായതുകൊണ്ട് കുറേ മരണങ്ങൾ കണ്ടു, അടുത്തൂടെ കണ്ടു, ഡയറക്റ്റ്ലി ഒക്കെ കാണാറുണ്ട്. എല്ലാ മരണങ്ങളും വേദനിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ ചില മരണങ്ങൾ എപ്പോൾ നമ്മളതിനെപ്പറ്റി സംസാരിച്ചാലും അത് ഇങ്ങനെ മനസ്സിൽ ഓരോ അനുഭവങ്ങൾ നമുക്കൊരു ലെസണാണ് ജീവിതത്തിൽ. ഓരോ നമ്മളുടെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പാഠം പഠിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോ ഇൻസിഡൻസിൽ നിന്ന് നമ്മളിൽ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആകാൻ നമ്മൾ ശ്രമിക്കും. ഓരോ അനുഭവത്തിൽ നിന്ന് നമ്മളിലുള്ള തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കി കുറച്ചുകൂടെ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഐ ഓപ്പണർ തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു ഇൻസിഡൻസ്. പല പ്രാവശ്യം ചിന്തിച്ചു, മറ്റുള്ളവരുടെ മൂർച്ചയായ വാക്കുകൾ കൊണ്ട് നമ്മൾ വേദനിപ്പിക്കുന്നതിനെക്കാട്ടിലും 2 വാക്കുകൊണ്ട് ആരുടെയും മുഖത്തൊരു ചെറിയ പുഞ്ചിരി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ലൈഫ്. എപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. അതിനു മുമ്പ് ചിലപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ഒരു 17-18 ഇയേഴ്സായി ഈ ഒരു പ്രൊഫഷനിൽ. ഓരോ വർഷം ഞാൻ പുതിയ കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. എനിക്ക് തോന്നുന്നു 20 ഇയേഴ്സ് മുമ്പ് ഞാൻ ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്ത പോലെയല്ല ഞാൻ എൻ്റെ ഈ 45 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എൻ്റെ സമീപനം. കാരണം ഓരോ ഇൻസിഡൻസിൽ നമ്മൾ തന്നെ പഠിക്കുന്നു, നമ്മൾ തന്നെ നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ ആകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചില സംഭാഷണങ്ങൾക്ക് വരികൾ വേണ്ട, വാക്കുകൾ വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഒരാളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ പറ്റും. സംഭാഷണങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ലാതെ സന്തോഷമായിട്ട് അവരെ സ്നേഹത്തോടുള്ള സംഭാഷണങ്ങൾ നമുക്ക് തുടരണം. നമ്മളുടെ കുട്ടികളെ മെയിനായിട്ട് നമ്മളുടെ മക്കളെ സ്നേഹത്തോടുള്ള സംഭാഷണങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. അതേപോലെ തന്നെ ഇതേപോലെ നല്ല സംഭാഷണങ്ങൾ ഉള്ള ഒരു അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇന്ന് ഡയലോഗ് ഈ ഒരു വേദി ഒരുക്കിയ പോലെ നല്ല സംഭാഷണങ്ങൾ ഈ വേദിയിൽ വരട്ടെ. കാത്തിരിക്കാം നമുക്ക്. താങ്ക് യു.